മേലോട്ട് നോക്കാൻ മഴയൊന്നും ഇല്ല, മഴയൊക്കെ തീർന്നു. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഒരു കറി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ എന്നാ ഈ മെഴുക്കുരുട്ടിയൊക്കെ വഴക്കുണ്ടാക്കാം, നമുക്ക് വഴക്കുണ്ടാക്കാന്ന്. ഓക്കെ ഓക്കെ, വിട്ടോ വിട്ടോ. എല്ലാം എടുത്ത് വെച്ചല്ലോ അല്ലേ? ഫോൺ എടുത്തോ? ആ അല്ലേ കാണിക്കുന്നേ. അവിടെ അങ്ങനെ ഒരു ഇതുള്ളതാ, അടിപ്പ് പുറകില്. കൊള്ളാം, സൂപ്പറാ, സുന്ദരനാ. പിന്നെ അങ്ങനെ ഓക്കെ, വിട്ടോ വിട്ടോ. ചാർജ് കഴിഞ്ഞിട്ടാണോ? പിന്നെ ഞാനത് ഇതില്ലേ, കാര്യം പറഞ്ഞാൽ പിന്നെ ചാർജ് ചെയ്തില്ല, പിന്നെ ഞാനത് നോക്കാതായി. പക്ഷെ ഇപ്പൊ ഞാൻ കുറെ സാധനങ്ങൾ കുറെ എടുത്തിട്ടുണ്ട്. കടവിടെ എവിടെയെങ്കിലും ആകാശമൊക്കെ ഇന്നലെ അത്യാവശ്യം തെളിച്ചമുണ്ടായിരുന്നു, ഇന്നിപ്പോൾ നല്ല തെളിച്ചമുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞാലേ കറക്റ്റ് വിവരം അറിയത്തുള്ളൂ. ഈ കാണുന്ന കാർമേഘമൊക്കെ ചിലപ്പം വലിയ മേഘമൊക്കെ വലുതായിട്ട് വരും. ഇതുണ്ടായിട്ടാണോ ഇല്ലെന്ന് പറഞ്ഞേ? മര്യാദയ്ക്ക് ഇരുന്നോണേ, അമ്മ ആശുപത്രിപ്പെട്ട് വരാം. വരുമോന്നോ? അതന്നെ ചോദിക്കുന്നേ. വേറെ എവിടെ പോകാനാ? ആ ഓക്കെ. മുടി ആ ഞാനേ എന്നെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ്. എൻ്റെ മുഖം വെച്ചിട്ട് പറയാം. എന്നെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവാം. കാലിലൊക്കെ നീര് വെക്കുന്നു, അതെന്നാ അറിയത്തില്ല. കാല് നീര് വെക്കുന്നു, കയറ്റ കയറുമ്പോൾ ഭയങ്കര ശ്വാസം മുട്ടലും കിതപ്പൊക്കെ. എന്നാൽ പിന്നെ കൊണ്ട് കാണിച്ചേക്കാന്ന് വെച്ചു. കൊളസ്ട്രോളൊക്കെ കൂടുതലായിരിക്കും, എന്താണെന്നറിയില്ലല്ലോ. അപ്പം അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വരാമെന്ന് പറയും. എന്ത് വന്നത്? ഓക്കെ, കേട്ട് വന്നേക്കാം. മിനിഞ്ഞാന്ന് ഇവിടെ വന്നതാണ്. അപ്പോൾ വീണ്ടും ഈ മാസത്തിൽ 2 തവണയായി. 1-ാം തീയതി ആരാണോ വീട്ടിൽ കയറിയത്. അപ്പോൾ നല്ല കൊത്ത് കിട്ടി. തൈറോയിഡും പിന്നെ വൈറ്റമിൻ ഡിയും നോക്കണമെന്ന് പറഞ്ഞു. പിന്നെ ലിവറിൻ്റെയും പിന്നെ കിഡ്നിയുടെയോ ടെസ്റ്റുണ്ട്, അത് വെളിയിൽ ചെയ്യണം. അല്ല, ആദ്യം അകത്ത് ചെയ്തു. ഇനി വൈറ്റമിൻ ഡിയും പിന്നെ തൈറോയിഡിൻ്റെയും വെളിയിലേ ഉള്ളൂ. അത് ചെയ്യാൻ വേണ്ടി പോവാം. ഉയ്യോ, നല്ല കുത്ത കിട്ടിയ, നല്ല വേദന. അയ്യോ,
2 മണിക്കൂർ കഴിഞ്ഞാലേ ഇനിയിപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അതുവരെ ഇങ്ങനെ ഇവിടെ ഇരിക്കണം. തൈറോയിഡിൻ്റെയും പിന്നെ വൈറ്റമിൻ ഡിയുടെയും. മറ്റേത് കിട്ടി. എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തോ ഒന്നും മനസ്സിലായില്ല. ECG എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എടുത്തില്ലായിരുന്നു. ഇനിയിപ്പം ഡോക്ടറെ അടുത്ത് ചെന്നപ്പം പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഇനി അതെടുത്തിട്ട് വീണ്ടും പോവാം. ഡോക്ടർ പറഞ്ഞ എന്നാന്ന് വെച്ചാൽ ബാക്കിയൊക്കെ തൈറോയിഡും എല്ലാം നോർമലാണ്. ECG എടുത്തു, അതെല്ലാം നോർമലാണ്. പക്ഷേ വൈറ്റമിൻ ഡി വളരെയധികം കുറവാണ്. 17 ഉള്ളൂ. അപ്പം അതിൻ്റെയാണ് ഈ കിതപ്പും ഈ ക്ഷീണവും എല്ലാമാണ് പറഞ്ഞത്. അപ്പം വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് കഴിക്കണം. നീരേനെ ടൗൺ ബേക്കറി വെച്ച് കണ്ടുപിട്ടി. എല്ലാവരും ഇത് അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് വിചാരിച്ചേക്കാം. അല്ലാതെ അങ്ങ് വിളിച്ച് കണ്ടുമുട്ടിയതെന്ന് ആരും കരുതരുത്. അതെ. പോവല്ലേ? അത് ചേട്ടനോട് പറയാം. മറ്റേ പാട് വീട് പറയും, ആ പാട്ടിടാൻ പറയണം. വീട് പറയും. അയ്യോ ഞാൻ പോവാ. പോ. മഴ. ഒന്നും പ്രതീക്ഷിക്കല്ല. ഞാൻ ഒന്നും മേടിച്ചിട്ടില്ല. അത് പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. എത്ര ചെരുപ്പാണ് ഇവിടെ വെളിയിൽ കിടക്കുന്നേ? കുഞ്ഞെന്തിയെ? എൻ്റെ പൊന്നെ, എൻ്റെ കൊച്ചു കിടക്കണുണ്ടോ? അമ്മോ, എവിടെ കയറി കിടന്ന പൊന്നെ? പൊന്നെ ദൈവമേ, ആ ഉടുപ്പ് മൊത്തം അഴുക്കാക്കിയല്ലോ. ഒന്നും മേടിച്ചില്ല. അമ്മ ഹോസ്പിറ്റലിൽ പോയതല്ലേ. എന്ത് മേടിക്കാനാ? ചോറുണ്ടോ കുഞ്ഞ്? ഞാൻ കൊടുക്കാഞ്ഞ കുഞ്ഞ് ഇത്ര നേരം ചോറ് കൊടുക്കാഞ്ഞ? വേണ്ടെന്ന് നമ്മൾ എടുത്ത് കൊടുക്കണ്ടേ? അല്ല മോനെ ചോറുണ്ടാകത്തെ? പരിപാടി അതെല്ലാം കഴിഞ്ഞായിരുന്നു. അപ്പം ഫെബ്രുവരി. ഇനിയിപ്പോൾ എത്ര? ഇതിപ്പോൾ 5-ാം മാസമായി അല്ലേ? ആ ഒരു 11 മാസം കൊണ്ടുണ്ട്. ഒന്ന് റീ കഴിഞ്ഞ് കിടക്കുന്നത്. ഞങ്ങൾ എളുപ്പപ്പണി പറഞ്ഞു, നീ ഈ വണ്ടി എടുത്ത് ഇതേ പഠിക്കാൻ നീ ശ്രമിക്കണ്ട. ആരെങ്കിലും പഠിപ്പിക്കണം. തന്നെ പഠിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും കൂട്ടത്തിൽ കൂട്ടി വേണം പഠിക്കാൻ. നീ അതിന് കൊടുക്കുന്ന കാശ് കൊണ്ടുപോയി നീ നേരെ ആ പൈസ കൊണ്ട് കൊടുത്ത് 2 2 വീലും 4 വീലും നിനക്ക് എടുക്കാം. വണ്ടി എടുത്തിട്ട് എല്ലാവരും മാറി മാറി പഠിച്ചതിന് ശേഷം ലൈസൻസ് ഒക്കെ എടുത്ത് വെച്ച് വണ്ടി
കൊടുക്കാനാണെന്ന് പറഞ്ഞ അതിൻ്റെ ഒരു രസമുണ്ട്. അതെങ്ങനെ ശരിയാവുന്നത്? നിനക്ക് ഗിയറുള്ള വണ്ടി ഓടിക്കാൻ പീരുമേട് കിട്ടിയാലോ? പീരുമേടും പെണ്ണുന്നു ഇതുവരെ. ആധാർ കാർഡും കണ്ണ അല്ല അത് കൊണ്ടുപോയി കൊടുത്തേക്ക് അവർ ഫോമൊക്കെ തരും. അങ്ങനെ ഡോക്ടറെ കൊണ്ടുപോയി എല്ലാം കഴിഞ്ഞ ഒത്തിരി പരിപാടിയുണ്ട്. രാവിലെ കിട്ടിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ഇതെല്ലാം എല്ലാം തല തിരിച്ച് വെക്കുള്ളൂ നോക്കി. ആ അങ്ങനെ ഓക്കെ. ആ എന്ത് തൊപ്പി എന്തി മങ്കി ക്യാപ്പ് കാണത്തില്ല അത് വെച്ചിട്ട് ഇങ്ങനെ നോക്ക. ഓ ഇതാരാണോ? ഊട്ടിക്ക് പോവാണോ അതോ മൂന്നാറോ? ആ കൊള്ളാം സൂപ്പർ. എന്നിട്ട് കൈ കെട്ടി വരുന്നു ഇപ്പം കൂടെ ഉണ്ട്. അത് പറ അത് കാണീര് ആ ചിരി. ഓ ഇതോ ഇതെന്റെ എന്റെ അല്ല അത് എവിടെ നിന്ന് എടുത്തത്? ആ തൊപ്പി എവിടെ നിന്ന് എടുത്തെന്ന് പറ. തിരിച്ചോട് വെച്ചേ. മഴക്കാലമായി അല്ലേ? നേരത്തൊക്കെ ജൂണിലായിരുന്നു മഴ പെയ്യുന്നത്. ഇപ്പം മെയ് മാസത്തിലെ മഴയാണ്. ഇത് കൂട് വൃത്തിയാക്കുന്നുണ്ടോ? കാണത്തില്ല. നാളെ പോരെ കുട്ടിക്കാലത്തൊക്കെ കിട്ടില്ല മഴയായിരുന്നു ഉച്ചയ്ക്ക്. എനിക്ക് അന്നേരമൊക്കെ തിരക്ക് പണിയായിരുന്നുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒന്നും ആരുമില്ലേ, അനക്കമില്ല. എന്നതിന് അതുകൊണ്ട് ഞാനെന്തിനാ അങ്ങോട്ടിരുന്നേ? ഓ വേണ്ട, നിർബന്ധമില്ല. എന്നാടി നിന്റെ നീരൊക്കെ കുറഞ്ഞോ? സൂപ്പർ. വേദനയുണ്ടോ? കഴിച്ചോ? കാണുന്നില്ല, നിന്റെ മുഖം ഇരുട്ടാണല്ലോ. നീ ഇരുട്ടത്ത് വന്നിരിക്കും അല്ലേ? ലൈറ്റ് ഇടാതെ. ഓക്കെ ഗൂഗിൾ. അതെങ്ങനെ ഓഫായ? അത് നിന്നോട് ഞാൻ പറഞ്ഞു തന്നായിരുന്നല്ലോ. അവിടെ സ്വിച്ച് ഇത് ട്രിപ്പ്. ആഹാ നിന്നോട് രണ്ടുപേരോട് പറഞ്ഞു തന്നാ. അതന്നാ അതെവിടെയോ എന്തായാലും വിഷയം ഉണ്ടെന്നാ. DCLും ഇങ്ങനെ സംഭവിക്കുമോ നോക്കട്ടെ.